മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ച കണ്ണൻ ശയന പ്രദക്ഷിണം വെക്കുന്നതാണ്. ഈ സമയം അവൾക്കാണെങ്കിൽ മനസ്സിലാകുന്നുണ്ട് മാർക്കോയുടെ ആ ഒരു അവസ്ഥ എത്രത്തോളം ഗുരുതരമാണെന്ന്. എന്തായാലും മഹിയാണെങ്കിൽ കണ്ണനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു. കണ്ണേട്ടൻ എന്തിനാണ് അവനോടൊപ്പം പോയത്? അവന്റെ കയ്യിൽ തോക്കുള്ള കാര്യം അറിയില്ലേ? അവൻ നിറ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണേട്ടൻ എന്ത് ചെയ്യുമായിരുന്നു? ഇപ്പൊ പാവം മാർക്കോയല്ലേ കിടന്ന് അനുഭവിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ മാർക്കോയ്ക്ക് ഇപ്പോ കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല. താനിങ്ങനെ കിടന്ന് ടെൻഷൻ ആവേണ്ട, കൂടുതൽ ചിന്തിച്ച് കൂട്ടവും വേണ്ട. മഹിയാണെങ്കിൽ മാർക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിനകത്തേക്ക് പോയിട്ട് അവന് വേണ്ടി മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയം അമ്മയാവട്ടെ അവന്റെ നഷ്ടപ്പെട്ട വേൽ തിരിച്ചു കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. മരണത്തിന്റെയും ജീവിതത്തിന്റെയും നൂൽപാലത്തിലൂടെയാണ് മാർക്കോ കടന്നു പോകുന്നതെന്ന് ലോപ്പസിനോട് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ്. തന്റെ ഉറ്റ സുഹൃത്തിനെ നഷ്ടപ്പെടുത്താനായിട്ട് അവന് വയ്യ. അമ്മയാണെങ്കിൽ അതൊക്കെ തന്നെ കാണുന്നുണ്ട്. മാർക്കോയുടെ അടുത്ത് ചെന്നും അയൊരു വേൽ അവന് നെറ്റിയിൽ വെച്ച് ശേഷം പൂജിച്ച ഭസ്മം കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ മാർക്കോ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. നീ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും ദൈവത്തിന്റെ പ്രതിരൂപമാണെന്നും അങ്ങനെയൊന്നും നിന്നെ മരണത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെ അമ്മ മാർക്കോയോട് പറയുന്നുണ്ട്. പിന്നീട് അമ്മ തിരികെ വരുമ്പോഴാണ് കണ്ണനാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരുന്നത്. അമ്മയെ അവന് പോലും കാണാൻ കഴിയുന്നില്ല. കാരണം അമ്മ ഒരു മായയായിട്ടാണ് അങ്ങോട്ട് എത്തുന്നത്. എന്തായാലും കണ്ണന്റെ വിഷമങ്ങളൊക്കെ തന്നെ അമ്മ നേരിട്ട് കണ്ടറിയുന്നു. ഈ സമയം കണ്ണൻ പോലും അറിയാതെ കണ്ണനെ ആശ്വസിപ്പിക്കുകയാണ്. മോൻ കരുതുന്നത് പോലെയും പേടിക്കുന്നത് പോലെയും ഒന്നും സംഭവിക്കില്ല. മാർക്കോ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു, അവൻ വന്നു കഴിഞ്ഞു, അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നൊക്കെ. എന്തായാലും ഡോക്ടറോട് ചെന്ന് കണ്ണൻ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഡോക്ടർ പറയണം ലോപ്പസിനോട് പറഞ്ഞതുപോലെ തന്നെ അവൻ ഇപ്പോൾ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപാതയിൽ തന്നെയാണെന്ന്. എന്നെ കൊണ്ടാവുന്നത് വിധം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാർക്കോ അങ്ങനെയൊന്നും മരിക്കേണ്ടവനല്ല. അവൻ എങ്ങനെയൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയുമ്പോഴാണ് ആ ഒരു അത്ഭുതം സംഭവിക്കുന്നത്. ഡോക്ടർ മാർക്കോയെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയം മാർക്കോയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ലാതെ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ തന്നെ കണ്ണനെയും ലോപ്പസിനെയും വിവരം അറിയിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. ഇതെന്തൊരു അത്ഭുതം എന്ന് തന്നെ കണ്ണനും ലോപ്പസും കരുതണം. പക്ഷേ പ്രാർത്ഥിച്ചതിന് ഫലമുണ്ടായെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. മാർക്കോ, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോടെന്ന് ചോദിക്കുമ്പോ സാറേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, സാർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ആ മേഘനാഥനോ? അവനെ കുറിച്ച് യാതൊരു അറിവുമില്ല. അപ്പോ അവൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയോ? സാർ മനസ്സിലാക്കി കഴിഞ്ഞു. നിന്നെ ഇടിച്ചിട്ടതിന് ശേഷം അവൻ വീണ്ടും ആക്രമിക്കാനായിട്ട് വന്നു. പിന്നെ എനിക്ക് എന്റെ മുഖം മൂടി അയച്ചു വെക്കാതെ വേറെ നിവർത്തിയില്ലടാ. എനിക്ക് നിന്റെ ജീവനാണ് വലുത്. സ്വന്തം കൂടപ്പറപ്പായിട്ടുള്ള ഉണ്ണി ഇതുവരെയും എന്നെ ഒരു ഏട്ടനായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ആ സ്ഥാനത്ത് അവനേക്കാൾ 100 ഇരട്ടി സ്നേഹമാണ് നീ എനിക്കും മഹാലക്ഷ്മിക്കും വേണ്ടി തന്നത്. ആ നിന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കുമോ? അപ്പോ എന്റെ ജീവിതമോ അല്ലെങ്കിൽ എന്റെ സുരക്ഷയല്ല എനിക്ക് പ്രധാനം. അതുകൊണ്ട് തന്നെ അവനെ ഞാൻ നേരിട്ടു. അവൻ മരിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതുപോലെയാണ് ഞാൻ അവനോട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, അവൻ അങ്ങനെയൊന്നും മരിക്കില്ല സാറേ, അവൻ തിരിച്ചു വരും. എന്തായാലും നീ ജീവിതത്തിലേക്ക് വന്നല്ലോ, ബാക്കിയെല്ലാം പിന്നീട് കാണാം. ഇനിയിപ്പോൾ അവൻ മരിക്കുക തന്നെയാണെങ്കിലും അവന്റെ കൊലക്കുറ്റവും ഏറ്റ് ഞാൻ ജയിലിൽ ചെന്ന് കടന്നോളാം എന്നൊക്കെ കണ്ണൻ പറയുന്നു. അതിന്റെയൊന്നും ആവശ്യം വരില്ല സാറേ, സാറ് നോക്കിക്കോ എന്ന് മാർക്കോ പറയുന്നുണ്ട്. അതൊരു അസുര ജന്മമാണെന്നും അത് അങ്ങനെയൊന്നും മരിക്കില്ല എന്നും വീണ്ടും നമ്മളെയൊക്കെ കൊല്ലാനും തിന്നാനായിട്ട് അവൻ തിരിച്ചു വരുമെന്ന് മാർക്കോ പറയുകയാണ്. പിന്നീട് മാർക്കോയ്ക്ക് കാര്യമായിട്ടുള്ള പരിക്കുള്ളത് കൊണ്ട് തന്നെ വീൽ ചെയറിലാണ് അവനെ പുറത്തേക്കൊക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ ലോപ്പസിനൊക്കെ അത് കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. പിന്നീട് കണ്ണനാവട്ടെ വേഗം തന്നെ മഹാലക്ഷ്മിയെയും മഞ്ജുവിനെയും ലേഖയൊക്കെ തന്നെ വിവരം വിളിച്ചറിയിക്കുന്നുണ്ട്. മാർക്കോയ്ക്ക് ഒരബദ്ധം സംഭവിച്ചിട്ടില്ല എന്നും അവൻ സുരക്ഷിതനാണെന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാവാണ് മഹാലക്ഷ്മിക്ക്. ശേഷം മഹിയാണെങ്കിൽ ലേഖയോട് പറയുന്നുണ്ട്, മാർക്കോ അവനെന്ന് വെച്ചാൽ എനിക്ക് എന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ്. കാരണം എന്ത് ത്യാഗവും ഞങ്ങൾക്ക് വേണ്ടി സഹിക്കാൻ തയ്യാറായവനാണ്. അവനെ ഒരു അവസ്ഥയിൽ കാണാൻ എനിക്ക് കഴിയുക പോലുമില്ല. എന്തായാലും മാർക്കോ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അതിന് കാരണക്കാരനായവൻ അവൻ മരിക്കുക തന്നെ വേണം. പക്ഷേ കണ്ണേട്ടന് പറ്റുന്ന ആ അബദ്ധം മൂലമാവരുത് അവനത് സംഭവിക്കേണ്ടത്. അങ്ങനെ മഹിയാണെങ്കിൽ ആ ഒരു സന്തോഷവും വിഷമവും ഒക്കെ തന്നെ മഞ്ജുവിനോടും ലേഖയോടും പങ്കുവെക്കുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിലാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന കാഴ്ച, അതായത് മേഘനാഥനെ ആരോ വഴിയിൽ വെച്ച് കണ്ട് അവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മേഘനാഥനെ കാണുമ്പോൾ തന്നെ കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അവൻ മരിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കുകയാണ്. എന്തായാലും മേഘനാണെങ്കിൽ ബോധമില്ലാതെയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അത്രയ്ക്കും ചോര വാർന്നു പോയിട്ടുണ്ട്. അങ്ങനെ മാർക്കോയോട് കണ്ണൻ കാര്യങ്ങളൊക്കെ പറയുന്നു. മേഘനും ഇതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് എത്തിയിരിക്കുന്നതെന്നും അവൻ മരിച്ചില്ല അല്ലേ സാറേ? ഇല്ല, മരിച്ചിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവൻ ജീവിതത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ എന്റെ കളത്തരങ്ങൾ അതോടുകൂടിയിട്ട് പൊളിയും. ഞാൻ നടന്നു തുടങ്ങിയെന്നുള്ള സത്യം എന്റെ ശത്രുക്കൾ എല്ലാവരും അറിയും. സാറ് പേടിക്കണ്ട, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് മാർക്കോ പറയുന്നു. മാർക്കോ എന്തായാലും മേഘനാഥനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. മാർക്കോയുടെ കൈകൊണ്ട് തന്നെ ആയിരിക്കണം മേഘനാഥന്റെ അന്ത്യം. അങ്ങനെ മേഘനാഥൻ ആക്സിഡന്റ് പറ്റി കിടക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശത്രുക്കൾ എല്ലാവരും അറിയുന്നുണ്ട്. എന്തായാലും വലിയൊരു അത്ഭുതം തന്നെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഉറപ്പായിട്ടും മയക്കത്തിൽ നിന്നും ഉണരുന്ന മേഘനാഥൻ പുതിയൊരു ലോകത്തിലേക്ക് തന്നെയായിരിക്കും പ്രവേശിക്കുക. സത്യങ്ങൾ ഉറപ്പായിട്ടും മേഘനാഥൻ പുറത്ത് ആരോടും പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെയായിരിക്കും അവന്റെ അവസ്ഥയും. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.